എല്ലാവർക്കും ജിനോ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റിവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ കൽക്കി, ഇപ്പം കഴിഞ്ഞ ദിവസം റിലീസായ കൽക്കി 2898 AD 2898 AD അതിനെപ്പറ്റിയാണ്. അപ്പോൾ കൽക്കി എന്ന പടം പോയി കണ്ടു. നമ്മുടെ നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത കൽക്കി 600 കോടി ചെലവിൽ ഉണ്ടാക്കിയ പടമാണ്. അതിൽ ഏകദേശം 300 കോടിയോളം ഇതിൻ്റെ അതിൻ്റെ അഭിനേതാക്കൾക്ക് കൊടുത്തു എന്നാണ് അറിയുന്നത്. ബാക്കി 300 കോടിയാണ് അതിൻ്റെ ടെക്നിക്കൽ സംബന്ധമായ എല്ലാ ചെലവുകൾക്കും വേണ്ടി ചെലവഴിച്ചെന്നാണ് പറയുന്നത്. ഇന്നലെ ഒരു ദിവസം കൊണ്ട് തന്നെ 180 കോടിയിലധികം വേൾഡ് വൈഡായിട്ട് കവർ ചെയ്തു എന്നാണ് നമ്മൾക്ക് കിട്ടിയ അറിവുകൾ, സോഷ്യൽ മീഡിയയും മാധ്യമങ്ങൾ വഴിയൊക്കെ കിട്ടിയ അറിവുകൾ. അപ്പോൾ ഇനി കൽക്കിയെപ്പറ്റി പറയാം. കൽക്കി എന്ന് പറയുന്നത് നമ്മുടെ ഈ മഹാഭാരതത്തിലെ അശ്വത്ഥാത്മാവിൻ്റെ റോളിൽ നിന്നാണ് നമുക്ക് ആ കൽക്കി എന്ന് പറയുന്ന പടത്തിൻ്റെ കഥ ആരംഭിക്കുന്നത്. മഹാഭാരതത്തിലെ അശ്വത്ഥാത്മാവിൻ്റെ ആ ചുവട് പിടിച്ചിട്ടാണ് പിന്നെ അതിൽ വരുന്ന എല്ലാ സ്റ്റോറികളും കണ്ടിന്യൂഷൻ വരുന്നത്. അതായത് മഹാവിഷ്ണുവിൻ്റെ 10ാമത്തെ അവതാരമാണ് കൽക്കി എന്ന് പറയുന്നത്. അപ്പം അതിലെ കൽക്കി എന്ന് പറയുന്ന അവതാരത്തിൽ ഈ അശ്വത്ഥാത്മാവ് ആയി വേഷമിടുന്നത് നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ തന്നെ നമ്മുടെ അമിതാഭ് ബച്ചൻ സാറാണ്. അപ്പോൾ അദ്ദേഹമാണ് അശ്വത്ഥാത്മാവായിട്ട് വേഷമിടുന്നത്. അതായത് അശ്വത്ഥാത്മാവ് മരണമില്ലാത്ത, അതായത് ചിരഞ്ജീവി, മഹാഭാരതത്തിൽ ഈ മരണമില്ലാതെ ഇത് ചെയ്യുന്നതാണല്ലോ. അതായത് പാണ്ഡവ കുലത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നശിപ്പിക്കണമെന്ന ആഗ്രഹത്തിലിരിക്കുന്ന അശ്വത്ഥാത്മാവാണ്. പക്ഷെ അശ്വത്ഥാത്മാവിന് മരണമില്ലായിരുന്നു. അപ്പം അതായത് നമ്മളുടെ കലിയുഗത്തിൽ നമ്മളുടെ കൽക്കി ജനിക്കുമ്പം വരെ ഈ അശ്വത്ഥാത്മാവ് ജീവനോടെ ഇരിക്കണം. അതായത് നമ്മളുടെ വിഷ്ണുവിൻ്റെ 10ാമത്തെ അവതാരമായ കൽക്കിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന ദൗത്യമാണ് ഈ അശ്വത്ഥാത്മാവിനുള്ളത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ നമ്മൾക്ക് കഥയുടെ ഒരു തുടക്കമെന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഈ കഥ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 894 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കഥയാണ് ഈ കൽക്കി എന്ന് പറയുന്നത്. അതായത് കൽക്കി അവതരിച്ചിട്ടില്ല, അവതരിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം അതിനു മുമ്പുള്ള സംഭവവികാസങ്ങളാണ് ഈ കഥയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു സയൻസ് ഫിക്ഷൻ ആണ്, നല്ലൊരു വിഷ്വൽ ട്രീറ്റാണ്. പിന്നെ നമ്മൾ കഥ അറിയാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കൽക്കി ജന്മമെടുക്കുന്നത് നമ്മുടെ ദീപിക പാദുക്കോണിൻ്റെ വയറ്റിലാണ്. അതായത് ഇപ്പം ഗർഭിണിയായിരിക്കുന്നു എന്നുള്ള ഒരിതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ കണ്ടത്. അത് ദീപിക പാദുക്കോൺ സുമതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നെ അതുകൂടാതെ നമ്മുടെ പ്രഭാസ് ഉണ്ട്. പ്രഭാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൗണ്ടിങ് ഹണ്ടർ എന്ന് പറയുന്ന ഇതാണ്. അതായത് ഈ പറഞ്ഞ പോലെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ റിവാർഡ് അങ്ങനെയുള്ള രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്യുന്ന ആളാണ്. പിന്നെ അതുകൂടാതെ ബുജി എന്ന് പറയുന്ന ഒരു AI ഒരു സംഭവമുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു സംഭവങ്ങളുണ്ട്. അതാണ് പ്രഭാസിൻ്റെ ഐഡിയകൾ. അതായത് AI കാലഘട്ടങ്ങളാണ് ഇത് പറയുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 894 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കഥകളാണ്. അപ്പോൾ നമ്മുടെ ലോകത്ത് വരുന്ന മാറ്റങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രീതിയിലും സയൻസിലും ഒക്കെ വരുന്ന അഡ്വാൻസ് ടെക്നോളജി, അതൊക്കെയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പം തന്നെ നമ്മൾ എന്തുമാത്രം മുന്നിലാണ് ടെക്നോളജിയിൽ. അപ്പോൾ ഇനി 894 വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ കൽക്കിയുടെ അവതാരം എന്ന് പറയുമ്പോൾ നമ്മളുടെ സയൻസ് ആണെങ്കിലും എല്ലാം എന്തുമാത്രം മാറിയിട്ടുണ്ട്, അതൊക്കെയാണ് ഇതിനകത്ത് കൂടുതലും പറഞ്ഞേക്കുന്നത്. പിന്നെ അധികാരം, ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് നമ്മുടെ സെൽഫിഷ്, അധികാരം, ജലം, ഇതെല്ലാം ഒരു സൈഡിൽ കേന്ദ്രീകരിക്കുന്നു. ഒരു സുപ്രീം പവർ വരുന്നു. ഈ സുപ്രീം പവർ എന്ന് പറയുന്നത് നമ്മുടെ കമലഹാസനാണ്, നമ്മുടെ ഉലക നായകൻ. അപ്പം ഇതിനെ എല്ലാം
ഇവരാണ് ഇതിൻ്റെ സുപ്രീം പവർ. അതായത് അധികാരം, ജലം, ഇതിൻ്റെ എല്ലാം പവർ നമ്മളുടെ സുപ്രീം പവറാണ്. അത് കമലഹാസൻ്റെ നേതൃത്വത്തിലാണ് ആ ഒരു വില്ലൻ്റെ ഇത് വരുന്നത്. ഇപ്പോൾ സുപ്രീം പവർ ഇത് നമ്മളുടെ ഈ കാശി സംബന്ധം, കാശിയാണ് ഇതിൻ്റെ ലൊക്കേഷൻ ആദ്യമേ കാണിക്കുന്നത്. അതായത് മഹാവിഷ്ണുവിൻ്റെ 10ാമത്തെ അവതാരം കൽക്കി എന്ന് പറയുന്നത് ഈ 894 വർഷങ്ങൾക്ക് ശേഷം വരുന്നത് കാശി എന്ന സ്ഥലത്താണ് കാണിക്കുന്നത്. അതാണ് ആ സ്പോട്ടാണ് കാണിക്കുന്നത്. കാശി എന്ന സ്ഥലം മാത്രമേ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നതിന് ശേഷം. ഇതിൽ മലയാളികളായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശോഭന, നമ്മുടെ അന്നാബെന്നുണ്ട്, പിന്നെ ദുൽഖർ വരുന്നുണ്ട്, പിന്നെ തെലുങ്കിൽ നിന്നാണെങ്കിലും നമ്മുടെ രാജമൗലി ഇടയ്ക്കൊന്ന് കാണിക്കുന്നുണ്ട്. അതൊക്കെ വളരെ ഇതാണ്. പിന്നെ അവസാന കാല, പിന്നെ അത് മാത്രമല്ല ശോഭനയുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാം ഇത് അവസാനം കാണിക്കുന്ന ഒരു സാധനം ശംബാല എന്ന് പറയും. അത് എനിക്ക് തോന്നുന്നത് ഹിമാലയ ആണെന്നാണ് പറയപ്പെടുന്നത്, ശംബാല എന്ന് പറയുന്നത്. അപ്പം ഈ ശംബാലയിലാണ് ഈ എന്താണ് പറയുന്നത്, ഈ അശുദ്ധാത്മാവ് ഈ കൽക്കിയായിട്ട് ജനിക്കേണ്ട ഇത് നമ്മുടെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതായത് കൽക്കി 10ാമത്തെ അവതാരം എടുക്കുമ്പോൾ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ദുഷ്ടശക്തികൾ ഉണ്ടല്ലോ. അപ്പോൾ ആ ദുഷ്ടശക്തികളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി പ്രൊട്ടക്ടറായി നിൽക്കുന്ന റോളാണ് നമ്മുടെ അമിതാഭ് ബച്ചൻ ഈ അശുദ്ധാത്മാവായിട്ട് നിൽക്കുന്നത്. അപ്പം ഈ കൽക്കിയെ പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ശക്തികൾ കൊട്ടേഷൻ കൊടുക്കുന്ന ഒരാളാണ് ഈ പ്രഭാസ് എന്ന് പറയുന്ന ആൾ. പിന്നീട് അത് രക്ഷകനായി മാറുന്നത് അത് സെക്കൻഡ് പാർട്ടിലായിരിക്കും വരുന്നത്. ഓക്കെ, എനിവേ, അപ്പം ഇതൊരു നല്ല സയൻസ് ഫിക്ഷൻ ആയിട്ടുള്ളൊരു മൂവിയാണ്. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നല്ല വിഷ്വൽ ട്രീറ്റാണ്. പിന്നെന്താ പറയുന്നത്, നമ്മൾ കമലഹാസൻ്റെ അഭിനയമാണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും എല്ലാം എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പുതിയ ഒരു സാങ്കേതിക വിദ്യയിൽ തീർത്തൊരു പടമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണക്റ്റ് ആവും എല്ലാ കാര്യങ്ങളും. അപ്പം ഇത് എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല, നിങ്ങൾ പോയി മസ്റ്റ് വാച്ച്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു, അതിൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയുമായി കാണാം.